ഒരു ക്ലാസിക് മൂവിയാണ് പേട്രിയറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസാണ്. പക്ഷെ അതിഗംഭീരമായിട്ടുള്ള വേറെ ലെവൽ സിനിമയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി സംസാരിക്കുന്ന മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് പല മൂവീസിലും കണ്ടുവരുന്ന അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനി, ആ ഒരു കോർപ്പറേറ്റ് കമ്പനി സൊസൈറ്റിക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരും, സോ പിന്നീട് അവരും ആ ഒരു കോർപ്പറേറ്റ് കമ്പനി തമ്മിലുള്ള കോൺഫ്ലിക്ട്സും ഫൈറ്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സിനിമ ഇനി എങ്ങോട്ടാ പോകുന്ന, എന്താണ് സംഭവിക്കുന്നത്, സിനിമയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സിനിമയുടെ അടുത്ത സീൻ എന്താന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അങ്ങനെയാണെങ്കിലും ആ ഒരു പ്രസന്റേഷൻ വൈസ് സിനിമ നൈസ് ആണ്. ഒരു മഹേഷ് നാരായണൻ ടച്ച് സിനിമയിലുണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ അങ്ങനെ തന്നെയാണ് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഒരു മാസ് മസാല ആക്ഷൻ പടമോ അല്ലെങ്കിൽ ഇതിൽ ലാലേട്ടൻ ഹീറോ ആണ്, മമ്മൂക്ക ഹീറോ ആണ്, അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റോറി ലൈൻ അല്ല. മമ്മൂക്ക ലാലേട്ടൻ വരുന്ന അവരുടെ ഇൻട്രോസ് ആയാലും അവരുടെ കോമ്പറ്റീഷൻ സീക്വൻസ് ആയാലും ഫൈറ്റ് ആയാലും ആക്ഷൻസ് ആയാലും എന്ത് വന്നാലും എല്ലാത്തിലും ഒരേ ലെവലാണ്. ലൈക്ക് ഒരു സിമ്പിൾ സാധനം ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അല്ലേ, ഒരു ക്ലാസിക് ഫീൽ ഇല്ലേ, അത് തന്നെയാണ്.